ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന ഒരാള്, അതായത് ഫസ്റ്റത്തെ ഒരു പിക്ചർ നോക്കൂ. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, തട്ടം ഇട്ടിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സാണ്, പാൻസ് ധരിച്ചിട്ടുണ്ട്, ലൂസുള്ള പാൻ്റാണ്. പ്രശ്നമുണ്ടോ? അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ അവരെന്താ പറയുന്നതെന്നറിയോ? നമ്മളൊന്നും പറയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിളംബരം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ്? വാ, ഓൾ ആർ വെൽക്കം അല്ലെ, എല്ലാവർക്കും സ്വാഗതം, കം ലുക്ക് അറ്റ് മീ, എന്നിലേക്ക് നോക്കിക്കോളൂ, എന്റെ സൗന്ദര്യം ആസ്വദിച്ചോളൂ, എന്റെ പ്രൈവസിയിലേക്ക് കടന്നോളൂ, എന്റെ ലൈംഗികത നിങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തുറന്നിട്ടിരിക്കുന്നു. ആരെങ്കിലും അത് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരൊന്ന് കൈപൊക്കിയേ. ആസ് എ ഗേൾ, ഒരു അഭിമാന ബോധമുള്ള ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം പറയാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ആൺകുട്ടികളോട് പോയിട്ട് പറയാന് ഒരിക്കലും ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്യപുരുഷന്മാരായിട്ടുള്ള നമ്മളെ കസിൻസ് അല്ലെ, എളാപ്പന്റെ മൂത്താപ്പന്റെ ഒക്കെ മക്കള്, എളാമന്റെ മൂത്തമ്മന്റെ ഒക്കെ മക്കള്, ആൺകുട്ടികള്, അവർക്ക് എന്ത് തോന്നാനാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഫാമിലി മീറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത്, ഗാദറിങ്ങുകൾ ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ അവർക്ക് മുമ്പിൽ നമ്മളിങ്ങനെ തുറന്നിട്ട് കൊടുക്കാണ്. എന്താണ്? എന്റെ ശരീരം ആസ്വദിച്ചോ. നമ്മുടെ മാറിടത്തിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ കൈകളിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ കാലിന്റെ അകാര വടിവിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നോക്കിയിട്ട് അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും. അതിനെ നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടാമത്തെ ഒരു ചിത്രം. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് പോകുന്നതെങ്കിൽ, അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതെങ്കിൽ, കം റെസ്പെക്ട് മീ, എന്നെ റെസ്പെക്ട് ചെയ്യൂ, എന്റെ വാല്യൂ അല്ലെ, എന്റെ ഡിഗ്നിറ്റി, എന്റെ ഐഡന്റിറ്റി, ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യൂ എന്നൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. എന്റെ പ്രൈവസിയിലേക്ക്, എന്റെ ലൈംഗികതയിലേക്ക്, എന്റെ ശരീരത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും ഞാൻ സമ്മതിക്കുകയില്ല. അതാർക്ക് മാത്രാണ്? സാക്ഷികളെ മുൻനിർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ ഉപ്പല്ലേ ഒരുവനിലേക്ക് എന്നെ ചേർത്തു വെക്കും അല്ലെ, സമൂഹത്തിന് മുമ്പിൽ ഇവളെ ഞാൻ ഇണയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഇണയിലേക്ക് നമ്മെ ചേർക്കും, നമ്മൾ ചേരും അല്ലെ. അവന് മുമ്പിൽ മാത്രമേ എന്റെ സൗന്ദര്യം ഞാൻ പ്രകടിപ്പിക്കുകയുള്ളൂ, എക്സ്പോസ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പ്രഖ്യാപിക്കാണ്. ഏത് രൂപത്തിൽ വസ്ത്രം ധരിക്കുമ്പോ? രണ്ടാമത്തെ രൂപത്തിൽ അല്ലെ, പടച്ചവൻ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഹിജാബ് ധരിക്കുമ്പോ. നേരത്തെ പറഞ്ഞ ബയോളജിയും ശരീരത്തിലുള്ള മാറ്റങ്ങളും മാനസികമായിട്ടുള്ള ചേഞ്ചുകളും ഹോർമോണുകളും എല്ലാം സൃഷ്ടിച്ച പടച്ചോനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആൺകുട്ടികൾ ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കണം, പെൺകുട്ടികൾ ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കണം, പെൺകുട്ടികള് ഈ രൂപത്തിലാണ് ആൺകുട്ടികളോട് സംസാരിക്കേണ്ടത്, അന്യപുരുഷന്മാരോട് ഇടപഴകും ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പടച്ചോൻ പറഞ്ഞു. കേൾക്കണ്ടേ നമുക്ക്? അറിയണ്ടേ നമുക്ക്? അതുപോലെ ജീവിക്കണ്ടേ? ഓക്കെ. ഹൗ ഡു ഐ വോണ്ട് ടു ബി സീൻ? നേരത്തെ 2 ചിത്രങ്ങൾ കാണിച്ചു അല്ലെ, അതിൽ ഏത് രൂപത്തിലാവണമെന്നാ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഏത് രൂപത്തിൽ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കണമെന്നാ നമ്മൾ ആഗ്രഹിക്കുന്നത്? സെക്കൻഡ് പിക്ചർ അല്ലെ. ഈ ക്യാമ്പിന് വന്നതുകൊണ്ടോ, ഒരുപാട് ക്ലാസ്സുകളും സെമിനാറുകളും മറ്റും എല്ലാം അറ്റൻഡ് ചെയ്തത് കൊണ്ടോ, ഒരുപാട് ബയോളജിയും സയൻസും കേട്ടതുകൊണ്ടോ, സൈക്കോളജിയും അറിഞ്ഞതുകൊണ്ടോ, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതുകൊണ്ടോ നിങ്ങൾ എല്ലാവരും മാറുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IGM MGM ഒക്കെ ക്യാമ്പ് നടത്തിയിട്ട് കേരളത്തിലുള്ള ഭൂരിഭാഗം കുട്ടികൾ നന്നാവണ്ടേ? പടച്ചോൻ എന്താ പറഞ്ഞതെന്നറിയോ? ഒരാള് മാറണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണമെന്നാ പറഞ്ഞത്. വിചാരിക്കൂലേ? നമുക്ക് പ്രതിജ്ഞ എടുക്കാല്ലേ? നമ്മളെ മനസ്സിന്റെ ഉള്ളില് പ്രതിജ്ഞ എടുക്കാം. ഓക്കെ, ഏത് രൂപത്തിൽ ഞാൻ കാണണം എന്നത്. അതിന് ചില കണ്ടീഷൻസ് പടച്ചോൻ പറഞ്ഞു തന്നു. ഈ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. Entire body should be covered except face and hands. മുഖവും
മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് മറച്ചിരിക്കണം. ഇത് ഖുർആനിൽ പറഞ്ഞു. ഏത് സൂറത്തിലറിയോ? ഏത് സൂറത്തിലാ? വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. ആർക്കെങ്കിലും അറിയോ സൂറത്തെങ്കിലും? ഓപ്ഷൻ എ സൂറ അഹ്സാബ്, ഓപ്ഷൻ ബി സൂറത്തുൻ നൂർ, ഓപ്ഷൻ സി സൂറത്തുൻ നിസാ. ഏതിലാ പറഞ്ഞേ? നിസായിലാവൂല്ലേ? അല്ല, സൂറത്തുൻ നൂറിലാ പറഞ്ഞത്. സൂറത്തുൻ നൂറിലെ 31 ആയത്തിൽ അള്ളാഹു പറഞ്ഞു. സൂറത്തുൻ നൂറിലെ 30, 31 ആയത്തുകൾ നമ്മൾ നിർബന്ധമായിട്ടും അതിന്റെ തഫ്സീർ അടക്കം വായിച്ചിരിക്കണം. എഴുതി വെച്ചോളൂ. സൂറത്തുൻ നൂറിലെ 31 ആയത്തിൽ അള്ളാഹു പറഞ്ഞു. ഏത് രൂപത്തിലും നിങ്ങൾക്ക് എഴുതാം. സൂറത്തുൻ നൂറിലെ 32 എന്ന് പറഞ്ഞിട്ട് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കുക. എൻറ്റയർ ബോഡി ഷുഡ് ബി കവേർഡ് എക്സെപ്റ്റ് ഫേസ് ആൻഡ് ഹാൻഡ്സ് എന്ന് വേണമെങ്കിലും എഴുതാം. ഷോർട്ടാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. മുൻകൈ എന്ന് പറയുമ്പോ ഇതില്ലേ ഈ ഭാഗം, അതുപോലെ തന്നെ ഫേസ് ആൻഡ് ഹാൻഡ്സ് എന്ന് അവിടെ കൊടുത്തത് മുൻകൈ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ, ഫേസ് ഈ മുൻഭാഗത്തെ കൈ അല്ലേ. ഇതൊഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളും നിർബന്ധമായും മറച്ചിരിക്കണം, നിർബന്ധമായും മറച്ചിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എടുക്കല്ലേ. നമ്മൾ ധരിക്കുന്ന വസ്ത്രം ലൂസ് ആയിരിക്കണം, ടൈറ്റ് ആവരുത്. ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും അല്ലെ. പല ഭാഗങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കും. അതുകൊണ്ട് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം, ടൈറ്റ് ആവാൻ പാടില്ല. ടൈറ്റ് ആയി കഴിഞ്ഞാല് ആ ശരീരത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അന്യപുരുഷന്മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. ഇതാ ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ്, തിക്കായിരിക്കണം, ട്രാൻസ്പെറന്റ് ആവരുത്, തിന്നാവരുത്, നേരിയ വസ്ത്രം ആവരുത്. അതായത് ധരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണുന്ന രൂപത്തില് ട്രാൻസ്പെറന്റ് ആവരുത്. ട്രാൻസ്പെറന്റ് എന്ന് പറയാൻ പറ്റില്ല, തിന്നാവരുത്. ട്രാൻസ്പെറന്റ് ആയത് നമ്മൾ എന്തായാലും ഇടൂല അല്ലെ. കട്ടി കുറഞ്ഞ നേർത്ത തുണിയിലുള്ളതാവരുത്. അങ്ങനെ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളില് അതുപോലെയുള്ള വേറൊരു വസ്ത്രം ധരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, നമ്മളെ തട്ടത്തിന് ഖുറാനിൽ എന്ത് വേർഡാ യൂസ് ചെയ്തെന്ന് അറിയോ? അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? ഖിമാർ. ഓക്കെ, വല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്നും പറഞ്ഞത് സൂറത്തുൻ നൂറിലെ 31 ആയത്തിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ ആയത്ത് തന്നെയാണ്. അവിടെ വല്യദ്രിബ്ന എന്ന് ഉപയോഗിച്ചത്. അതായത് താഴ്ത്തിയിടണം എന്നല്ല, നിർബന്ധമായിട്ടും യു ഷുഡ്, യു മസ്റ്റ് എന്ന് പറയില്ല നമ്മള്, നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് പടച്ചോൻ പറഞ്ഞത്. നിർബന്ധമായിട്ടും നമസ്കരിക്കണം എന്ന് പറഞ്ഞ പടച്ചോൻ, നിർബന്ധമായിട്ടും നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ പടച്ചോൻ, നിർബന്ധമായിട്ടും സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പടച്ചോൻ എന്തും പറഞ്ഞു? നിർബന്ധമായിട്ടും നമ്മൾ ധരിക്കുന്ന ഹിമാർ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്നും പറഞ്ഞു. വല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് എന്നാ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ മാർവിടം അല്ലെ. ജൈബ് പോലെയുള്ള ഈ ഭാഗം നിർബന്ധമായിട്ടും മറച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ പിന്നെ ഒഴിവാക്കിയിട്ട് ഈ ഭാഗം ഇങ്ങനെയും ഈ ബാക്ക് ഭാഗം ഇങ്ങനെ ഇടും നമ്മള്. അപ്പൊ ജൈബ് ഇപ്പൊ ഇട്ടല്ലോ, ഇവിടുത്തെ പിന്നൂരിയെന്ന് വിചാരിക്ക. ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു. അപ്പൊ ഫുള്ളായോ? ഇല്ല. ഇതിങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ എന്താവുള്ളൂ? കവറാവുള്ളൂ അല്ലെ. അപ്പോഴേ ഈ മാറിടം ഫുള്ളായിട്ട് കവറാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇനി നിങ്ങള് അന്യപുരുഷന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആരെയും കണ്ടിട്ട് പറയും അങ്ങനൊന്നുമല്ല. ഓക്കെ,
അപ്പൊ നമ്മളുടെ ഹിമാറ് മാറിടത്തിലേക്ക് നിർബന്ധമായിട്ടും താഴ്ത്തിയിടണം എന്ന് പറഞ്ഞു. വെറുതെ മുടി മറക്കുക എന്നുള്ളതല്ല, കഴുത്തും മാറിടും ഒക്കെ കൃത്യമായിട്ട് മറക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഹിമാറ് മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും പുരുഷന്മാരിത് കാണുന്ന സമയത്ത് എവിടേക്ക് നോക്കും? മാറിടത്തിലേക്ക് നോക്കും. നമ്മളെ സൗന്ദര്യം ആസ്വദിക്കും അല്ലെ. നമ്മൾ പറയും ഓനക്കൊന്നും തോന്നണില്ല, കാരണം ഓൻ എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയും. പക്ഷേ അവർക്ക് തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. ആ തോന്നൽ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നോട്ടം കൊണ്ടുപോലും നമ്മുടെ ഔറത്തിലേക്ക് നോക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ ബസ് കയറി എങ്ങനെ ഉണ്ടാവും? എല്ലാ പുരുഷന്മാരും അവരുടെ ഇമോഷൻസിനെ, അവരുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാവോ? ആവൂല. അതിൽ പെടാത്ത ആൾക്കാരുണ്ടാവും, അവരതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും. ആ നോട്ടത്തെ ആരെങ്കിലും ഇഷ്ടപ്പെടോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ധരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട സംഗതി ഇതാണ്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത്, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, ക്യാമ്പസിലേക്ക് ചെല്ലുന്ന സമയത്ത് അന്യ പുരുഷന്മാര്, എന്റെ ബോയ്സ് ഫ്രണ്ട്സിലെ, അവര് എന്റെ മാറിടത്തിലേക്ക് നോക്കിയിട്ട് ഇതൊക്കെ ആസ്വദിക്കുമല്ലോ എന്നുള്ള തോട്ട് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ആള് നോ. ഓക്കെ, തട്ടം താഴ്ത്തിയിട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നോ പറഞ്ഞേ? ഒരു സൈഡ് മാത്രമാണ് അല്ലെ. നേരത്തെ പറഞ്ഞു മുഴുവനായിട്ട് മാറിടത്തിലേക്ക് മുഴുവനായിട്ട് ഇടണം. ഒരു സൈഡ് മാത്രമായാൽ പോരാ. ഓക്കെ, ഇനിയിപ്പോ രണ്ട് സൈഡ് ഇട്ടാലും നടുഭാഗം കാണും അല്ലേ. ഓക്കെ, കറക്റ്റ് പിൻ ചെയ്തിട്ട് തന്നെ വെക്കണം. നെക്സ്റ്റ്, തട്ടം ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് ഇവിടെ നെക്കിന്റെ ഒരു ചെറിയ പോർഷൻ കാണുന്നുണ്ട്, പിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ. ആൻഡ് ഷോള് താഴ്ത്തി ഇട്ടത് കറക്റ്റ് മാറിടം കവർ ആവുന്ന രൂപത്തിലല്ല അല്ലെ. നെക്സ്റ്റ്, ലൈക്ക്. ഓക്കെ ആണോ? എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്ലാപ്പ് കൊടുക്കി. ഓക്കെ, എന്തുകൊണ്ടാ? മാറിടം കറക്റ്റ് മറിഞ്ഞിട്ടുണ്ട്, ഫുൾ സ്ലീവ് ആണ് ധരിച്ചിട്ടുള്ളത്, ലൂസാണ്, ടൈറ്റ് ഒന്നും അല്ല, തിന്നല്ല, നല്ല കട്ടിയുള്ള വസ്ത്രം തന്നെയാണ് ധരിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, അടുത്തത് ലൈക്ക്. ഓക്കെ ആണല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ധരിച്ചു പോകുന്നതാണോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ധരിക്കുന്നതാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്? പലപ്പോഴും ഫെമിനിസം പോലുള്ള ആശയങ്ങൾ, ലിബറലിസം പോലുള്ള ആശയങ്ങൾ അവർ പറയുന്നത് എന്താണ്? നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള, നമുക്ക് കോൺഫിഡൻസ് തരുന്ന വസ്ത്രമല്ലേ നമ്മൾ ധരിക്കേണ്ടത് എന്നതാ. ഇത് തന്നെയാണ് നമ്മൾ അവരോടും ചോദിക്കുന്നത് അല്ലെ. തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യവും ഇത് തന്നെയാണ്. ഏത് രൂപത്തിൽ വസ്ത്രം ധരിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ്, അന്യപുരുഷന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാ, നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവാ. നോട്ടം കൊണ്ടുപോലും ഒരാളുടെയും ശല്യം എനിക്ക് ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവരല്ലേ നമ്മള്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവാ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ആള് ഡിസ്ലൈക്ക് ആണ്. ഓക്കെ, എന്തുകൊണ്ടാ? മാറിടം കറക്റ്റ് മറിയുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഷോർട്ട് ആയിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഷോർട്ട് ടോപ്പും പാൻസും ലൂസ് ഉള്ളതായാൽ പോരെ. ഇപ്പൊ ഇതിൽ ലൂസ് ഉള്ള പാൻ്റാണ് അല്ലെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗം കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ പുരുഷന്മാർ ആ ഭാഗത്തേക്ക് നോക്കും, അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കും. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നെവർ. ഓക്കെ, അടുത്ത ആള് ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ? സൂം ചെയ്യണം. ഓക്കെ, ഹിജാബ് തട്ടം നോക്കുക, കറക്റ്റ് ആണോ? മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ടില്ല അല്ലെ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാന്റ് ലൂസ് ആണെങ്കിലും ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ്.
ഇങ്ങനെ നീ ലെങ്ത് ഉള്ള ടോപ്പ് ആണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ലൂസ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളെ ഷേപ്പ് എടുത്ത് കാണിക്കില്ല. പക്ഷെ ഇത് ശരിക്കും കാലാണ്, അതിന്റെ സ്ട്രക്ചർ ഈ ഭാഗത്തൊക്കെ ശരിക്കും വിസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ലൈക്ക് അല്ലെ. ഓക്കെ, എന്തുകൊണ്ടാ? ഇരുന്നോ. ഇതിനെന്താ പറയുക ഡ്രസ്സിന്? ബോഡി കോൺ അല്ലെ. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഇങ്ങനത്തതൊക്കെ കണ്ടിണ്ടാവും അല്ലെ. യെസ്, ഓക്കെ. ഇതിന്റെ പ്രശ്നം എന്താ? ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? തട്ടം ശരിക്ക് താഴ്ത്തിയിട്ടിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്. പിന്നെന്താ പ്രശ്നം? ഷേപ്പ് കറക്റ്റ് കാണുന്നുണ്ട് അല്ലെ. ആ ഉറത്ത് ശരിക്ക് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാം പുരുഷന്മാരെ ആസ്വദിക്കൂലേ? ഓക്കെ, നെക്സ്റ്റ് ഡിസ്ലൈക്ക് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇതില് താഴ്ത്തിട്ടിട്ടില്ല. ഓക്കെ, ഇട്ടാലും പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ് ഡിസ്ലൈക്ക്. എന്നാ ബ്രൈഡ് അല്ലേ, ഒരു ദിവസമല്ലേ പ്രശ്നമുണ്ട്. ഒരു ദിവസം ഇങ്ങനെ മേലെ കയറ്റിട്ട് വിചാരിച്ച് കല്യാണത്തിന്റെ ദിവസം പോലും സ്വാതന്ത്ര്യം തരാത്ത. ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ. കല്യാണ ദിവസം കുറേ ആൾക്കാർ വരും അല്ലേ? അന്യപുരുഷന്മാർ കുറെ വരൂലേ? നമ്മളെ കാണും, നമ്മളോട് സംസാരിക്കും, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കും, നമ്മളിങ്ങനെ സ്റ്റേജിൽ നിൽക്കും, ഒക്കെ ചെയ്യും. എല്ലാ ആണുങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ കണ്ടിട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അത് ശരിയാ. പക്ഷേ എല്ലാവർക്കും ഇങ്ങനത്തെ തോട്ട്സ് വരും. നല്ലൊരു കല്യാണത്തിന്റെ ദിവസമായിട്ട് നമ്മളിങ്ങനെ പറയാണ്, എന്റെ ശരീരത്തിലേക്ക് നോക്കൂ, എന്റെ സൗന്ദര്യം ആസ്വദിച്ചോളൂ, എന്റെ പ്രൈവസിയിലേക്ക് കയറിക്കോളൂ അല്ലെ. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഇണക്ക് മാത്രം നല്ലത് കാണാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും കാണാം എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണ ദിവസം പോലും ഒന്ന് കംഫർട്ടബിൾ ആയിട്ട്. എന്ത് കംഫർട്ട്? മാറിടത്തിലേക്ക് തട്ടം താഴ്ത്തിയിട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അതല്ലേ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ നല്ല കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റൂലേ? ഇത് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും അല്ലേ ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ലൈക്ക്. എന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴ്ത്തിയിട്ടിട്ടില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ലൈക്ക്. എന്തുകൊണ്ടാ? ഒരു ഭാഗം മാത്രം മറച്ചിട്ടുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? കൈയിന്റെ അല്ലെ, കൈ കുറവാണ്. അപ്പൊ കൈകളിലേക്ക് നോക്കിയിട്ട്, ആളെ മാറിടത്തിലേക്ക് നോക്കിയിട്ട് സൗന്ദര്യം ആസ്വദിക്കപ്പെടാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള്. ഡിസ്ലൈക്ക് തന്നെ നല്ലല്ലേ? കൈയൊക്കെ നല്ലോണം ഉണ്ട്, നല്ല ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. പ്രശ്നമുണ്ടോ? ഒരു ഭാഗം അല്ലേ, ഓവർകോട്ട് ഉണ്ട് പക്ഷെ അതങ്ങോട്ട് എത്തിയിട്ടില്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ ആണ്, ഓക്കെ ആണ് അല്ലേ. ഓക്കെ, എന്തുകൊണ്ടാ? എല്ലാം മറഞ്ഞിട്ടുണ്ട്, എല്ലാ കണ്ടീഷൻസും ഓക്കെയാണ്. ഹിമാർ താഴ്ത്തിയിട്ടിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്, ആൻഡ് ടൈറ്റ് ആയിട്ടുള്ളതൊന്നും അല്ല ധരിച്ചിരിക്കുന്നത്. ഓക്കെ, സിറ്റ്. നെക്സ്റ്റ്. ഓക്കെ ആണ് അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, ഗുഡ്, ഇരുന്നോളൂ. അടുത്തത് ഓക്കെ ആണ് അല്ലെ. യെസ്, നെക്സ്റ്റ് ഡിസ്ലൈക്കാ. എന്താ നേരത്തെ പോലെ തന്നെ അല്ലേ? മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ടില്ലേ? കുറച്ചും കൂടി ഇറങ്ങണം അല്ലേ. ഓക്കെ, വെരി ഗുഡ്. കുറച്ചും കൂടെ ഇറങ്ങണം. കാരണം എന്താ? ഇങ്ങനെ നമ്മള് കോണായിട്ടിടുമ്പം സൈഡ് ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ശരിക്കും കാണാൻ പറ്റും അല്ലെ. നമ്മൾ വിചാരിക്കും താഴ്ത്തിയിട്ടിട്ടുണ്ടല്ലോ എന്ന്, പക്ഷെ രണ്ട് സൈഡ് ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് ഔറത്ത് ശരിയായ രീതിയിൽ മറഞ്ഞിട്ടില്ല, ഹിജാബിന്റെ കണ്ടീഷൻസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഓക്കെ, ഡിസ്ലൈക്ക്. എന്തുകൊണ്ടാ? മുടി കാണുന്നുണ്ട് ഒന്നാമത്തത്. ഓക്കെ, വെരി ഗുഡ്. മുടി കാണുന്നുണ്ട് അല്ലെ, തട്ടം ഇട്ടിട്ടുണ്ട് പക്ഷെ മുടി പുറത്താ. പിന്നെ വേറൊന്നുമില്ല. ഷോള് താഴ്ത്തി ഇട്ടിട്ടില്ലല്ലോ, ഹിമാർ മാറിടത്തിലേക്ക് താഴ്ത്തി ഇട്ടിട്ടില്ല, ബാക്കിയൊക്കെ ഓക്കെ ആണ്. ഓക്കെ, വെരി ഗുഡ്, ഇരുന്നോളൂ. നെക്സ്റ്റ്
ലൈക്കാ ഡിസ്ലൈക്കാ? ഡിസ്ലൈക്ക്. ഓക്കെ, എന്തുകൊണ്ടാ? താഴ്ത്തിയിട്ടിട്ടില്ല, പാർട്ടി വേറെ അല്ലേ, പ്രശ്നമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരു സാധനം വരുന്നില്ലേ? എന്നാലും കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ ഇട്ടിരിക്കുന്ന തട്ടം താഴ്ത്തിയിടുന്നതന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇങ്ങനെ മേലക്കൂടെ ഇടുന്ന ആൾക്കാരൊക്കെ, വേറെ ഷോൾ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഖുർആനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഹിമാറ് തന്നെ, നമ്മൾ ഇട്ടിരിക്കുന്ന ഹിമാറ് തന്നെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്നതാണ്. ഓക്കെ, ഇരിക്കും. നെക്സ്റ്റ്. ഓക്കെ ആണ് അല്ലെ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാ കണ്ടീഷൻസും ഫോളോ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്. ഓക്കെ ആണ്. ഒരു പാർട്ടി വെയർ ആണ് അല്ലെ? പക്ഷെ മാറിടത്തിലേക്ക് തട്ടം താഴ്ത്തിയിട്ടിട്ടില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പൊ ഏതെങ്കിലും ഒന്നും ഓക്കെ ആയാ പോരെ? ഇല്ലല്ലേ? ഓരോന്നിനും ഓരോ കണ്ടീഷൻസിനും അതിൻ്റെതായ യുക്തി ഉണ്ട്, ലോജിക് ഉണ്ട്. ഞാൻ ലോജിക് ഇല്ലെങ്കിൽ പോലും നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന പടച്ചോനല്ലേ? അല്ലേ? യെസ്. ഒന്ന് ഹൃദയത്തിലൊന്ന് കൈവച്ച് നോക്കിയേ. ഓക്കെ, മിടിക്കുണ്ടോ? ബീറ്റ് ചെയ്യണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആംബുലൻസ് വിളിക്കണോ? വേണ്ട. ഓക്കെ, ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹൃദയം മിടിക്കുന്നുണ്ട്? എടുത്തോളി, കൈ എടുത്തോളി. 72 തവണ അല്ലെ? ഒരു ദിവസം എത്ര ഉണ്ടാവും? വീട്ടിൽ പോയിട്ടൊന്ന് കണക്കൂട്ടി നോക്കിട്ടോ. ഇവിടെ വന്നിരുന്നതിന് ശേഷം എപ്പോഴെങ്കിലും എന്റെ ഹൃദയം മിടിക്കുണ്ടോ? കൺസേൺ ആയിട്ടുണ്ടാ? ഉണ്ടാ? നെവർ. എപ്പോഴെങ്കിലും അതിനെ കുറിച്ച് കൺസേൺഡ് ആവാറുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ അല്ലെ? ചിലപ്പോ ഇവിടുന്ന് ഒരു വേദന വരുമ്പം അപ്പോ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മില്ലി സെക്കൻഡ് സമയത്തേക്ക് പോലും അത് നിലക്കുന്നില്ല, അതിന്റെ പ്രവർത്തനങ്ങൾ നിലക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടാണോ നടക്കുന്നത്? അല്ല. ഒന്ന് ബ്രീത്ത് ചെയ്ത് നോക്കിയേ. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്ര തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട്? ആരെങ്കിലും എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടാണോ? നാളെ പടച്ചോൻ പറയാണ്, ഹൃദയത്തിന്റെ എല്ലാ ഫങ്ഷൻസും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം കൈകളിൽ ഏൽപ്പിച്ചു തന്നാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പറ്റുമോ? നെവർ. അല്ലേ? എന്നിട്ട് നമ്മൾ പറയുന്നു എന്റെ ശരീരം എന്റെ ചോയ്സ് ആണ്, മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്നു. നമ്മളെ ചോയ്സ് ആണോ? അല്ല. ആ ശരീരത്തെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിന്റെ കൃത്യമായ സങ്കീർണമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഒരു എഫേർട്ടും കൂടാതെ പടച്ചവൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവനല്ലേ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച, അതിന്റെ വൈജാത്യങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അവനല്ലേ നമുക്ക് പറഞ്ഞു തരേണ്ടത്? ആ ഡ്രസ്സ് ധരിക്കുമ്പോഴല്ലേ നമുക്ക് അഭിമാന ബോധം ഉണ്ടാവേണ്ടത്? ട്രെൻഡിനനുസരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മാറിടം അല്ലെങ്കിൽ നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ ശരീരത്തിന്റെ ഔറത്ത് മറ്റുള്ള ആളുകൾക്ക് തുറന്നു കാണിക്കണം എന്ന അജണ്ടകൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, എന്ന അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മെ കൂടുതൽ എക്സ്പോസ് ചെയ്യിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ കൂടെ അല്ലെങ്കിൽ ട്രെൻഡുകളുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാല് അതിലാണോ നമുക്ക് അഭിമാനം ഉണ്ടാവുക? അപ്പോഴാണോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക? അപ്പോഴാണോ നമ്മൾ കംഫർട്ടബിൾ ആവുക? അല്ലല്ലേ? എല്ലാം അറിയുന്ന, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവനെ ഫോളോ ചെയ്യുമ്പോഴാണ് എനിക്ക് ആ അഭിമാന ബോധം ഉണ്ടാവേണ്ടത്. അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ നമ്മൾ എല്ലാവരും റെഡിയല്ലേ?